നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കലാ സാഹിത്യ സാംസ്കാരികോത്സവത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കം. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള സമഗ്ര പുരോഗതിക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ഓരോ നാടിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ആ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വായന നിന്നു പോകുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വായനാശീലം പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ മീഡിയയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സ്വാധീനങ്ങളുടെയും ഒക്കെ ഒരു വലിയ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വായനാശീലം വളർത്തിയെടുക്കുവാനും എല്ലാ തരത്തിലും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാനും ഒക്കെയായി വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് KA യൂസഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ HM ബിന്ദു ജിജി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ഒന്ന് ബഷീറിനെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടോളും. സ്വന്തമായി ജീവിക്കാൻ വേണ്ടി 2 ഏക്കർ പുരയിടവും വാങ്ങി സ്വസ്ഥനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാനായകനും നായികയും അവരുടെ ജീവിതത്തിന് അസ്വസ്ഥതയ്ക്ക് ചിറക് വിടർത്തിക്കൊണ്ട് അവിടെ പാമ്പും പഴുതാരയും തേളുമെല്ലാം കടന്നു വന്നപ്പോൾ, എലിയുമെല്ലാം കടന്നു വന്നപ്പോൾ അവരവിടെ നട്ടുണ്ടാക്കിയ സാധനങ്ങളെല്ലാം നശിപ്പിക്കും, ഇതിനെയെല്ലാം നമുക്ക് തുരത്തണ്ടേ എന്ന് ഭാര്യ പറയുമ്പോൾ ബഷീർ തൻ്റെ ഭാര്യയോട് കൊടുക്കുന്ന ഒരു മറുപടിയാണ് വായനക്കാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരും ഭൂമിയുടെ അവകാശികൾ. ഇവരെയെല്ലാം തുരത്തിയാൽ, കൊന്നൊടുക്കിയാൽ ഒരു 500 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യനും ഇല്ലാതാകും. സമസ്ത ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന വലിയൊരു തത്വത്തിലേക്ക്, ജീവിത ദർശനത്തിലേക്ക് എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ മഹാനായ എഴുത്തുകാരൻ നമ്മെ കൊണ്ടുപോയി. മനുഷ്യന് മാത്രം ജീവിക്കാനുള്ളതല്ല, മറിച്ച് മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ കരുതണം, സംരക്ഷിക്കണം. വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തന്ന ഒരു വലിയ എഴുത്തുകാരൻ. എഴുത്തുകാരി സഹീറ M എഴുതിയ കരിമുട്ടത്തെ മാടൻകുന്ന് നോവൽ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നടത്തി. ലൈബ്രറി ആക്ടിംഗ് സെക്രട്ടറി AMA റഷീദ്, ട്രഷറർ വിജി മധു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹ്സിന ശിഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KA മുഹമ്മദ്, ഫാത്തിമ മാജിദ്, വാർഡ് മെമ്പർമാരായ നജി ജബ്ബാർ, നീനു മൈദീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, ഷൌക്കത്ത് അലി MP തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിത്ര പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ശാസ്ത്ര പ്രദർശനം, മൺകലങ്ങളുടെ വിൽപ്പന തുടങ്ങിയവ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെ നടത്തപ്പെടും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.